കോഴിക്കോട് കടപ്പുറത്താണ്. ഓരോ ഐറ്റം ഉണ്ട്. കാടമുട്ട, അത് മസാലയെല്ലാം ചേർത്ത് വെച്ചേക്കുന്നതാണ്. അതിനപ്പുറത്ത് കൂന്തലുണ്ട്. അപ്പുറത്ത് ഒരു പീസ് 80 ഇവിടെ ഒരു പീസ് 100 രൂപയാണ്. ഓരോ ആൾക്കാരെ സംസാരത്തിനനുസരിച്ചാണ് ഇവിടുത്തെ വിലകൾ മാറുന്നത്. കൂന്തലിന് അവിടെ 80 രൂപയായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് 100 ഇവിടെ വേണ്ട മാങ്ങ അച്ചാറിട്ടത്, അങ്ങനെ പല ഐറ്റങ്ങളാണ്ടല്ലേ. ഇതെന്താ കല്ലുമ്മക്കായോ? ഇതെന്തൊക്കെ ഇടുന്നു ഇതിനകത്ത്? ഇതിനെത്ര പൈസ? ചുരണ്ടി പൈസ. ഞാൻ ആദ്യം കഴിക്കുന്നില്ല, തണുപ്പാണ്. കൊള്ളാം, നല്ല 20 രൂപ. ഒരുപാട് ആൾക്കാരെ ആണോ വന്ന് ഒട്ടകത്തിന് മണ്ടയ്ക്ക് കയറുന്നുണ്ട്. ഒരാൾക്ക് 100 രൂപയാ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടിക്ക് എന്തോടെ പറയാനുള്ളത്? 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം 10 രൂപയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തിന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം കഴിച്ചിട്ട് പറയാം. ഈ ബ്രോയാണ് നമുക്ക് സാധനങ്ങളൊക്കെ തന്ന്. അപ്പോൾ ഓക്കെ. അയ്യോ, അബീബയുടെ സുഹൃത്താണോ? ആണോ? അയ്യോ, അബീബയുടെ സുഹൃത്തല്ലേ? ആഹാ, നല്ല വിഷയം, നല്ല വിഷയം. ആണല്ലേ? ആ ആ, വണ്ടി ഇടമുണ്ട്. ആ ആണല്ലേ? അബിക പറഞ്ഞായിരുന്നോ? അയ്യോ, അതൊന്നും വിഷയമില്ല. അബിക്കയുടെ പേര് പറഞ്ഞാൽ പറയാം. അബിക നമ്മുടെ അത്ര ദിവസത്താ. ഓക്കെ, ശരി ശരി. നമ്മൾ കോഴിക്കോട്ട് അധികം വീഡിയോകളൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടു. രാവിലെ മ്യൂസിയത്തിൽ പോയി. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ കണ്ടു. പക്ഷേങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ട്രെയിൻ ചെയ്ത് ഇപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞിരുന്നു, ഹബീബിക്കാട് വീട്ടിൽ ചെന്ന് അവിടുന്ന് ചുക്ക് കാപ്പിയൊക്കെ ഇട്ടതെന്നാണ് ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയത്. എങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഇവിടുത്തെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം. സൈനിങ് ഓഫ്, നൗഷാദ്.